Good morning, students. I am your botany teacher. I hope all are safe and I congrats my students who got high marks in biology exam and other subjects also. I am trying to give you a picture about the marking scheme of botany exam. 30 marks for theory, 20 marks for practical, 10 marks for continuous evaluation. In your biology textbook, 8 chapters are for botany. The chapters are: the first one is reproduction in organisms, then sexual reproduction, strategies, biotechnology, principles and process, applications in biotechnology, population and ecosystem, population and organism, ecosystem, and last one is environmental issues. Now we have to study about biotechnology. Biotechnology is the techniques of using living organisms or enzymes from organisms to produce products and process useful to humans. അതായത് ജീവനുള്ള ഓർഗാനിസത്തിനെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അവയുടെ എൻസൈംസ് ഉപയോഗിച്ചോ മനുഷ്യന് ഉപയോഗപ്രദമായ രീതിയിലുള്ള പ്രോഡക്റ്റുകളും പ്രോസസ്സുകളും ഉൽപ്പാദിപ്പിക്കുന്നതിനെ പറയുന്ന ടെക്നിക്കിനെയാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ വൈൻ ഉണ്ടാക്കുന്നു. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓർഗാനിസംസാണ് ഈസ്റ്റ്. അതുപോലെ ബ്രെഡ്, അവിടെ ഈസ്റ്റ് ഉപയോഗിക്കുന്നു. പിന്നെ വേറെ ഏറ്റവും നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ, നമ്മൾ അരി ആട്ടി വെക്കുന്നു, നേരം വെളുക്കുമ്പോഴത്തേനും അത് പുളിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പാൽ ഉറയൊഴിക്കുന്നു. ഇവിടെയെല്ലാം ഒന്നുകിൽ മൈക്രോ ഓർഗാനിസംസോ അല്ലെങ്കിൽ അവയുടെ ബോഡിയിലുള്ള എൻസൈംസോ ആണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഉപയോഗിക്കുന്ന ഈ ടെക്നോളജിയെ പറയുന്ന പേരാണ് ബയോടെക്നോളജി. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ എക്സാമ്പിൾസ് എല്ലാം മൈക്രോ ഓർഗാനിസത്തിൻ്റെ നാച്ചുറൽ കേപ്പബിലിറ്റീസ് ഉപയോഗിച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതാണ്. ഇതെല്ലാം ഓൾഡ് ബയോടെക്നോളജിയിൽ വരുന്നതാണ്. ഇനി ഈ ഓർഗാനിസത്തിന് ജനറ്റിക്കലായിട്ട് ചില മോഡിഫിക്കേഷൻ നടത്തി കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതാണ് മോഡേൺ ബയോടെക്നോളജി. ഈ മോഡേൺ ബയോടെക്നോളജിയിൽ ഈ ഓർഗാനിസത്തിൻ്റെ നാച്ചുറൽ കേപ്പബിലിറ്റീസ് ഉപയോഗിച്ച് കൂടുതൽ പ്രോഡക്റ്റ്, അതിന് മോഡിഫിക്കേഷൻ നടത്തി അതിന് കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നു. (1978) യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി, അതായത് EFB ട്രഡീഷണൽ ബയോടെക്നോളജി, അതായത് ഓൾഡ് ബയോടെക്നോളജിയും മോഡേൺ ബയോടെക്നോളജിയും കൂടെ ഒന്നിച്ച് ഉൾപ്പെടുത്തി ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നു. ഈ ഡെഫിനിഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് നാച്ചുറൽ സയൻസ് ആൻഡ് ഓർഗാനിസംസ്, സെൽസ്, പാർട്സ് thereof and molecular analogies for products and services. അതായത് നാച്ചുറൽ സയൻസിൻ്റെയും ഓർഗാനിസത്തിനെയും അതിൻ്റെ സെൽസ്, അതിൻ്റെ പാർട്സ്, അതിൻ്റെ മോളിക്കുലർ കൺസെപ്റ്റ്സ് എല്ലാം കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പ്രോഡക്ട്സുകളും സർവീസസുകളും പ്രൊവൈഡ് ചെയ്തു. അതാണ് EFBയുടെ ഡെഫിനിഷൻ. അന്നേരം അക്കോർഡിംഗ് ടു EFB, ഇറ്റ് ഈസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് നാച്ചുറൽ സയൻസ് and organisms, cells, parts thereof and molecular analogies for products and services. Biotechnology has two principles or core techniques. That is, the first one is genetic engineering and second one is bioprocessing. ബയോടെക്നോളജിക്ക് 2 കോർ ടെക്നിക്സ് അഥവാ 2 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ് ജനറ്റിക് എൻജിനീയറിങ്ങും, രണ്ടാമത്തതാണ് ബയോ പ്രോസസ്സിങ്ങും. ആദ്യം നമുക്ക് ജനറ്റിക് എൻജിനീയറിങ് എന്താണെന്ന് പഠിക്കാം. ജനറ്റിക് എൻജിനീയറിംഗ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ടെക്നിക്സ് ടു ആൾട്ടർ ദ കെമിസ്ട്രി ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ആൻഡ് ഇൻട്രഡ്യൂസിങ് ഇറ്റ് ഇൻ ടു ദ ഹോസ്റ്റ് ഓർഗാനിസം ടു ചേഞ്ച് ദ ഫീനോടൈപ്പ് ഓഫ് ഹോസ്റ്റ് ഓർഗാനിസം. ഇവിടെ നമ്മൾ 2 ടേം യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ടേമാണ് ജീനോടൈപ്പ്,
അടുത്ത ടേമാണ് ഫീനോട്ടിപ്പ്. ജീനോട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓർഗാനിസവും, അതായത് ഇൻറ്റേർണലായിട്ടുള്ള ജീൻസും. ഇനി ആ ജീൻസ് മൂലം ഉണ്ടാകുന്ന എക്സ്റ്റേണലായിട്ട് കാണുന്ന സ്വഭാവത്തിനെയാണ് നമ്മൾ ഫീനോട്ടിപ്പ് എന്ന് പറയുന്നത്. ഇപ്പം ഒരു വെള്ളപ്പൂവിനെ നിയന്ത്രിക്കുന്ന ജീനിനെ നമുക്ക് ജീനോട്ടിപ്പ് എന്ന് പറയാം. പക്ഷേ ആ വെള്ളപ്പൂവ് എന്ന് പറയുന്നത് അതിൻ്റെ ഫീനോട്ടിപ്പായിരിക്കും. അന്നേരം എന്താണ് ജനറ്റിക് എഞ്ചിനീയറിങ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജനറ്റിക് മെറ്റീരിയലായ DNA-യുടെയോ RNA-യുടെയോ കെമിസ്ട്രിക്ക് മാറ്റം വരുത്തി, എന്ന് വെച്ചാൽ അതിൻ്റെ സ്ട്രക്ചറിന് മാറ്റം വരുത്തി അതിനെ ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിലോട്ട് ഇൻട്രഡ്യൂസ് ചെയ്യുകയും അങ്ങനെ ആ ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ ഫീനോട്ടിപ്പിന് ചേഞ്ച് ഉണ്ടാകുകയും ചെയ്യുന്നതിനെയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ജനറ്റിക് മെറ്റീരിയലുകളായ DNA-യുടെയോ RNA-യുടെയോ കെമിസ്ട്രിയെ എന്ത് ചെയ്യണം? ആൾട്ടർ ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യണം? ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിനകത്തോട്ട് ഇൻട്രഡ്യൂസ് ചെയ്യുകയും ആ ഓർഗാനിസത്തിൻ്റെ ഫീനോട്ടിപ്പിന് മാറ്റം വരുത്തുകയും ചെയ്യുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരിയൂടെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ചെടി, ഇപ്പോൾ നൈട്രജൻ ഫിക്സ് ചെയ്യാത്തൊരു ചെടി, ആ ചെടിക്കകത്തോട്ട് നൈട്രജൻ ഫിക്സ് ചെയ്യാൻ കഴിവുള്ള ജീനിനെ ഏതെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് എടുക്കുകയും അത് ആ ചെടിക്ക് കൊടുക്കുകയും ചെയ്താൽ ആ ചെടിക്ക് നൈട്രജൻ ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്ന് വെച്ചാൽ ആ ചെടിയുടെ ഫീനോട്ടിപ്പിന് മാറ്റം വരുന്നു. ഇതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഇനി രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ ബയോ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ഓഫ് എ സ്റ്റീറൈൽ ആംബിയൻസ് ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രോസസ് ഹെൽപ്സ് ദ ഗ്രോത്ത് ഓഫ് ഓൺലി ഡിസൈഡ് മൈക്രോബ്സ് ഓർ യൂക്കാരിയോട്ട് സെൽസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് ആൻറ്റിബയോട്ടിക്സ്, വാക്സിൻസ് എക്സെട്ര. അതായത് ഈ ഒരു ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതായാലും ബയോടെക്നോളജി എന്ന് പറയുന്നതായാലും എല്ലാം ഒരു കെമിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്നതാണ്. ഈ കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രോസസ്സ് നടക്കണമെങ്കിൽ അണുവിമുക്തമായ ഒരു ചുറ്റുപാട് അത്യാവശ്യമാണ്. അങ്ങനെയുള്ള അതിനെയാണ് മെയിൻ്റനൻസ് ഓഫ് എ സ്റ്റെറൈൽ ആംബിയൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ അണുവിമുക്തമായ ഒരു ചുറ്റുപാട് ഉണ്ടാക്കുകയും അതിൻ്റെ ഫലമായിട്ട് ധാരാളം മൈക്രോ ഓർഗാനിസത്തിനെയോ അല്ലെങ്കിൽ യൂക്കാരിയോട്ടിക് സെൽസിനെയോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടപ്പെട്ടതിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും എന്നിട്ട് അവയിൽ നിന്ന് ധാരാളം ആൻറ്റിബയോട്ടിക്സും വാക്സിൻസും ഒക്കെ ലാർജ് ക്വാണ്ടിറ്റീസിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. അതിൻ്റെ രണ്ടാമത്തെ പ്രിൻസിപ്പിളിൻ്റെ പേരാണ് ബയോപ്രോസസ് എഞ്ചിനീയറിംഗ്. ബയോപ്രോസസ് എഞ്ചിനീയറിംഗ് നടക്കണമെങ്കിൽ എന്താവശ്യമാണ്? ഒരു മെയിൻ്റനൻസ് ഓഫ് എ സ്റ്റെറൈൽ ആംബിയൻസ്, അതായത് അണുവിമുക്തമായ ഒരു ചുറ്റുപാട് ആവശ്യമാണ്. എന്തിനാണ് ഈ അണുവിമുക്തമായ ഒരു ചുറ്റുപാട്? അതായത് ഏറ്റവും നല്ല രീതിയിൽ യൂക്കാരിയോട്ടിക് സെൽസിനെയോ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെയോ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കണം? വാക്സിൻസോ ആൻറ്റിബയോട്ടിക്സോ ഒക്കെ ചെറിയ അളവിൽ മതിയോ? പോരാ, ധാരാളം വലിയ ലാർജ് സ്കെയിൽ ഉൽപ്പാദിപ്പിക്കണം. അതിനെയാണ് നമ്മൾ ബയോപ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ വാട്ട് ഈസ് ബയോടെക്നോളജി പഠിച്ചു, വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് ബയോടെക്നോളജി പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് കോർ ടെക്നിക്സ് ഓർ പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജിയും പഠിച്ചു. Then we have to study about recombinant DNA. റീകോമിനൻ്റ് DNA എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറൻറ്റ്, അതായത് വ്യത്യസ്തമായ ഓർഗാനിസത്തിൻ്റെ 2 DNA തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരു പുതിയ DNA ഉണ്ടാക്കുന്നതിനെയാണ് റീകോമിനൻ്റ് DNA എന്ന് പറയുന്നത്. The DNA formed by combining DNA from 2 different organisms. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ബാക്ടീരിയയുടെ DNA-യും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൻ്റെ DNA-യും തമ്മിൽ ഫ്യൂസ് ചെയ്ത് പുതിയൊരു DNA ഉണ്ടാക്കുന്നു. ഇതിനെയാണ് റീകോമിനൻ്റ് DNA എന്ന് വിളിക്കുന്നത്. In 1973, Stanley Cohen and Herbert Boyer construct the first artificial recombinant DNA. അന്നേരം ഞാനിവിടെ നിങ്ങൾക്കൊരു ഡയഗ്രാം തന്നിട്ടുണ്ട്. നിങ്ങൾ ആ ഡയഗ്രാം നല്ലതായിട്ട് നോക്കണം. ഈ ഡയഗ്രത്തിൽ 1973 സ്റ്റാൻലി കോഹൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റും അതുപോലെ ഹെർബർട്ട് ബോയർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റും കൂടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ RDNA കൊണ്ടുവന്നു. ഇത് കൊണ്ടുവരാൻ വേണ്ടി അവർ 2 ടൈപ്പിലെ DNA ആണ് എടുത്തത്. ഒന്ന്
ഫോറിൻ ഡി എൻ എ എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ഫോറിൻ ഡി എൻ എ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തിൽ നിന്ന് എടുത്ത ഒരു ഡി എൻ എയാണ്. ഈ ഡി എൻ എക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഡി എൻ എ എന്ന് പറയുന്നത് അതിന് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ്. ഇനി അതുപോലെ തന്നെ നിങ്ങളൊരു സർക്കുലാർ ഡി എൻ എ ഇപ്പുറത്ത് കണ്ടല്ലോ. ഈ സർക്കുലാർ ഡി എൻ എ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ദാറ്റ് ഈസ് പ്ലാസ്മിഡ്. പ്ലാസ്മിഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലാർ ഡി എൻ എ പ്രസൻറ്റ് ഇൻ ദ ബാക്ടീരിയ. അന്നേരം ഈ പ്ലാസ്മിഡിനെയും എടുത്തു, അതുപോലെ ഒരു ഫോറിൻ ഡി എൻ എ എടുത്തു. ഫോറിൻ ഡി എൻ എ ഹാവ് ദ കപ്പാസിറ്റി ഫോർ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ദെൻ the plasmid is taken from a bacteria called Salmonella typhimurium. അതിനുശേഷം ഈ ഫോറിൻ ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് ആക്കി മാറ്റിയെന്ന് പറയും. മാറ്റുന്നത് ചുമ്മാ ഒരു നൈഫ് ഉപയോഗിച്ച് ഫ്രാഗ്മെൻറ്റ്സ് ആക്കാൻ പറ്റില്ല. ഇവിടെ അവർ യൂസ് ചെയ്തത് റിസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഈ എൻസൈം ഉപയോഗിച്ച് ആ ഫോറിൻ ഡി എൻ എ അവർ പല പല ഫ്രാഗ്മെൻറ്റ്സ് ആക്കി മാറ്റി. അതുപോലെ തന്നെ സെയിം എൻസൈം തന്നെ യൂസ് ചെയ്ത് അവർ പ്ലാസ്മിഡിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഈ ഫോറിൻ ഡി എൻ എയുടെ ഒരു പാർട്ടിനെ എടുത്ത് പ്ലാസ്മിഡിൻ്റെ ആ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗത്തോട്ട് ഇൻസേർട്ട് ചെയ്തു. അതായത് തുന്നിച്ചേർക്കുന്നത് നമ്മൾ സൂചി നൂലൊന്നും ഉപയോഗിച്ച് തുന്നിച്ചേർക്കുമല്ല. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു എൻസൈമാണ്. ആ എൻസൈമിൻ്റെ പേരാണ് ഡി എൻ എ ലിഗേസ്. ഇങ്ങനെ രണ്ട് ഡിഫറെൻ്റ് ഓർഗാനിസത്തിൻ്റെ ഡി എൻ എകൾ തമ്മിൽ ജോയിൻ ചെയ്തൊരു പുതിയ ഡി എൻ എ ഉണ്ടായി. ദാറ്റ് ഈസ് കാൾഡ് റീകോമിനൻ്റ് ഡി എൻ എ. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ റീകോമിനൻ്റ് ഡി എൻ എ. അന്നേരം എന്തൊക്കെയാണ് അവർ ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഐസൊലേറ്റ് എ ഫോറിൻ ഡി എൻ എ. ദാറ്റ് ഡി എൻ എ ഹാവ് ദി കപ്പാസിറ്റി ഫോർ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ദെൻ ദേ ഐസൊലേറ്റ് എ പ്ലാസ്മിഡ് വെക്റ്റർ ഫ്രം സാൽമണല്ല ടൈഫിമ്യൂറിയം. Then the second step contains they fragments the foreign DNA by using restriction endonuclease and also cut the plasmid vector by using this enzyme also. Then they joined the foreign DNA or inserted the foreign DNA into the plasmid vector and produced a recombinant DNA. This is the first recombinant DNA. ഇനി ഈ റീകോമിനൻ്റ് ഡി എൻ എയുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ ഈക്കോളെ എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ബോഡിയിലോട്ട് അതിനെ വീണ്ടും ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്തിനാണ് ഈക്കോളയുടെ ബോഡിയിലോട്ട് അതിനെ ഇൻസേർട്ട് ചെയ്തത്? ഈക്കോളെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഈ ആർ ഡി എൻ എയുടെ എണ്ണവും വർദ്ധിപ്പിക്കാൻ വേണ്ടി. ഇതാണ് സ്റ്റാൻലി കോഹൻ്റെയും ഹെർബർട്ട് ബോയറുടെയും ആദ്യത്തെ ആർ ഡി എൻ എ. ഓക്കെ, from the above discussion, it is quite clear that there are three basic steps in creating genetically modified organisms. അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പുതുതായിട്ട് ജീൻസിന് മോഡിഫിക്കേഷൻ വരുത്തി പുതുതായിട്ടുണ്ടാകുന്ന ഓർഗാനിസം. ഇവിടെ നമ്മളൊരു ആർ ഡി എൻ എ പ്രൊഡ്യൂസ് ചെയ്തു. ഈ ആർ ഡി എൻ എ നമ്മളൊരു ഹോസ്റ്റിന് കൊടുത്തു അല്ലേ? ഹോസ്റ്റിന് കൊടുത്തപ്പോൾ ആ ഹോസ്റ്റിനുണ്ടായ മാറ്റം, ആ ഹോസ്റ്റിനെയാണ് നമ്മൾ GMO അഥവാ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് പറയുന്നത്. അന്നേരം ഇങ്ങനെ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെ ബേസിക് പ്രിൻസിപ്പിളാണ് അറിയേണ്ടത്? ഒന്ന്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് DNA വിത്ത് ഡിസൈറബിൾ ജീൻസ്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ജീൻസുള്ള ഒരു DNA ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവിടെ അവർ കണ്ടുപിടിച്ച DNA എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ള ജീനായിരുന്നു. ഓക്കെ. സെക്കൻഡ്, ഇൻട്രഡക്ഷൻ ഓഫ് ദ ഐഡൻറ്റിഫൈഡ് DNA ഇൻറ്റു ദ ഹോസ്റ്റ്. ഇനി നമ്മൾ തിരഞ്ഞെടുത്ത DNA ഒരു ഹോസ്റ്റിലോട്ട് ഇൻട്രഡ്യൂസ് ചെയ്യുക. മൂന്നാമത്, മെയിൻ്റനൻസ് ഓഫ് ഇൻട്രഡ്യൂസ്ഡ് DNA ഇൻ ദ ഹോസ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ദ DNA ടു ഇറ്റ്സ് പ്രോജനി. അതായത് ഈ DNA ഇൻട്രഡ്യൂസ് ചെയ്ത DNA നമ്മൾ മെയിൻ്റനൻസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പ്രോജനി, അതിൻ്റെ അടുത്ത തലമുറയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഈ മൂന്ന് പ്രിൻസിപ്പിൾ നമ്മൾ
ഒരു പുതിയ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനെ നിർമ്മിക്കുമ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അന്നേരം എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? ഒന്ന്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് DNA വിത്ത് ഡിസൈറബിൾ ജീൻ, അതായത് ഡിസൈറബിൾ ജീനുള്ള DNA കണ്ടുപിടിക്കുക. രണ്ടാമത്, ഈ DNA നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇൻട്രൊഡ്യൂസ് ഇൻ ടു ദ ഹോസ്റ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. മൂന്നാമത് എന്താ ചെയ്യേണ്ടത്? ഇതിനെ മെയിൻ്റനൻസ് ചെയ്തിട്ട് അതിൻ്റെ പ്രോജനിയിലോട്ട് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുക.